ഫ്രണ്ട്സ്, എനിക്ക് 17,000 രൂപ ലോണായിട്ട് ലഭിച്ച പ്ലേ സ്റ്റോറിലുള്ള ഒരു പുതിയ RBI അപ്രൂവ്ഡ് NBFC ലോൺ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 17,000 രൂപയാണ് എനിക്ക് ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടിയത്. 90 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിൽ 23,120 വെച്ച് എനിക്ക് അടക്കണം. EMI എമൗണ്ട് വരുന്നത് 7,707 രൂപയാണ്. അപ്പോൾ ഇത് ഏതാണ് ആപ്ലിക്കേഷൻ, ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പേഴ്സണൽ ലോൺ റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് SN ഇൻസ്റ്റാ പേഴ്സണൽ അഡ്വാൻസ് ലോൺ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 4.5 സ്റ്റാർ റേറ്റിംഗും 10K+ ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ മുമ്പ് ഉണ്ടായിരുന്നതാണ്. അന്ന് സാലറി നൗ എന്ന പേരിലായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പം SN ഇൻസ്റ്റാ പേഴ്സണൽ ലോൺ എന്ന പേരിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കാണുന്നത്. ഒരു പേര് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഏകദേശം 10K+ ഡൗൺലോഡ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിലുള്ളത്. RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഇവരുടെ ലെൻഡർ എന്ന് പറയുമ്പം സെറ്റ് ലീഫ് ഇൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലെൻഡർ ത്രൂ ആണ് RBI രജിസ്റ്റേർഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 3,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. തിരിച്ചടവ് കാലാവധിയായിട്ട് പറയുന്നത് 70 ദിവസം മുതൽ 12 മാസത്തെ കാലയളവ് നമുക്ക് ഇത് ലോണ് കാര്യങ്ങൾ തിരിച്ചടക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രിറ്റീരിയ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, സാലറിഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം, 18 വയസ്സോ അതിന് മുകളിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ നമുക്ക് ഏകദേശം മാസം ഒരു 21,000 രൂപ സാലറി ഉള്ള ആൾക്ക് ഈ ലോണ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 36% to 182% പെർ ആനം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇച്ചിരി കൂടുതൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ പ്രോസസിംഗ് ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 150 മുതൽ 5,000 രൂപ നമ്മൾ എത്രയാണ് ലോൺ എമൗണ്ട് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രോസസിംഗ് ഫീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാമ്പിൾ കാൽക്കുലേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 50,000 രൂപ ലോണ് 150 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 0.4% പെർ ഡേ ആകുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം വന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ലോൺ കാര്യങ്ങൾ എടുക്കുക. കാരണം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക. ഇപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. സോ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. സോ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് വായിച്ച് നോക്കി ആ ബോക്സിൽ ടിക്ക് ഇട്ട് എഗ്രി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ നമ്പർ കൊടുക്കുക. ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സോ അടുത്തതായി നിങ്ങൾ ചോദിക്കുന്നത് പാൻ കാർഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ, നിങ്ങൾക്ക് പാൻ നമ്പർ ഉണ്ടാവും. ആ പാൻ കാർഡ് നമ്പറിൻ്റെ അവിടെ ഓപ്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫുൾ നെയിം, അതായത് പാൻ കാർഡിലുള്ള അതേ നെയിം തന്നെ താഴെ ഫുൾ നെയിമിൻ്റെ ആ ഭാഗത്ത് എൻ്റർ ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജനനത്തീയതി എന്താണെന്നുള്ളത് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കോളത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇവിടെ സാലറീഡ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സാലറിയുടെ മാസം ബാങ്ക് ത്രൂ 20,000 രൂപ സാലറി ആയിട്ട് മേടിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലറീഡ് കൊടുക്കാം. അതല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇത്രയും ഓപ്ഷനാണ് നിങ്ങൾ ആദ്യം തന്നെ ഈ രജിസ്ട്രേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴെയുള്ള രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലോൺ എമൗണ്ട് അപ്രൂവൽ ആയിട്ടുള്ളത് ആ ഒരു എമൗണ്ട് വരും. എനിക്ക് 17,000 രൂപയാണ് ലോൺ എമൗണ്ട് ആയിട്ട് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കും. സോ നമുക്ക് ഈ ഒരു ഓഫറായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ കണ്ടിന്യൂ ടു വ്യൂ ഓഫേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പം ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. നമ്മുടെ ലോൺ ആക്റ്റീവ്, നമുക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ്, അതുപോലെ എത്ര റീപേയ്മെൻറ്റ് ചെയ്യണം, EMI എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ആ ഒരു എമൗണ്ട് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളൂ. സോ നമ്മുടെ ബാങ്ക് അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വരും. ഈ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് അതിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ കാര്യങ്ങളൊക്കെ എടുക്കാം. സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷന് മാൻഡേറ്ററി ആണ്. ഇപ്പോൾ മറ്റ് ആപ്പിൽ നിന്ന് റിജക്ഷൻ നേരിടുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ട്രൈ ചെയ്യാം. കാരണം ഈ ആപ്പിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് EMI ആയിട്ടാണ് നമ്മൾ അടവ് കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.